ഹലോ നമസ്കാരം, ഞാൻ അജയ് അഞ്ജലി. തിരുവനന്തപുരത്ത് കല്ലടിമുഖം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിന്ന് നിൽക്കുന്നത്. ഒരാളുടെ അല്ല, 3 പേരുടെയും അല്ല, 6 പേരുടെ കഥയാണ് ഇന്നത്തെ ദിവസം എനിക്ക് പറയാനുള്ളത്. പോകാം വീഡിയോയിലേക്ക്. എൻ്റെ പേര് മീര. ഇവിടെ വാ നീ ഇതെൻ്റെ മോളാണ്, 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്. പിന്നെ നമ്മളിവിടെ 6 പേരുണ്ട് മൊത്തം. ചേട്ടൻ, ഞാൻ, മോള്, അമ്മയുടെ 2 സഹോദരന്മാർ. അതിലൊരാൾ സ്ട്രോക്ക് വന്ന് തളർന്ന് കിടക്കുന്നു, ഒരാൾ 2 കാൽമുട്ടും വയ്യാതെ നടക്കാൻ പറ്റാത്ത ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ കാര്യവും എൻ്റെ ചേട്ടനാണ് നോക്കണത്. മീനിൻ്റെ പണിയൊക്കെയാണ് പോണത്. എൻ്റെ എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരനാണ്. 2 വർഷം മുമ്പ് സ്ട്രോക്ക് വന്ന് തളർന്നതാണ്. അപ്പോൾ ഭാര്യയും മക്കളും ഒന്നുമില്ല. 2 വർഷം മുമ്പ് താഴെ കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കട്ടിലിന് എഴുതി കൊടുത്തിട്ട് അതുപോലും കിട്ടിയില്ല. ഇവിടെ കൗൺസിലറിൻ്റെ കയ്യിൽ ഇതെൻ്റെ മോൻ കിടക്കണം, ഇതിൻ്റെ കാണാമല്ലോ. ഇവിടെ ഇങ്ങനെ ഓട്ടയുകൊണ്ടാണ് അങ്ങോട്ട് നീങ്ങി കിടക്കുന്നത്. അതിൻ്റെ അമ്മയാണ്. അപ്പം അമ്മ സുഖമില്ലാത്ത ആളാണ്. വേറെയുണ്ട് സഹോദരന്മാർ, അവരവിടെ എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ അവരും ഇവിടെയാണ് വരണം. ഇവിടെ ഉള്ള സ്ഥലത്ത് ഇവിടെ കിടക്കും. അച്ഛൻ എല്ലാവരെയും നോക്കും, ഇനി ആളുണ്ടെങ്കിലും നോക്കും. നമ്മൾ കഴിക്കും പോലെയല്ലേ അവർക്കും കൊടുക്കണത്, അതുകൊണ്ട് അങ്ങനെ നോക്കും. 3 മണിക്ക് പോവും രാവിലെ മീനെടുക്കാൻ. കന്യാകുമാരി അങ്ങോട്ടൊക്കെ പോകും, 2 വീലറിലാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് 3 മണിക്ക് പോവും. ഒരാളുടെ കീഴിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ മീനൊക്കെ കൊണ്ട് കൊടുത്തിട്ട് അവിടെ 3 മണി വരെ നിന്ന് വിൽക്കാനും കൂടെ സഹായിച്ചിട്ടാണ് വരണത്. ഒരു മൊബൈൽ ഫോൺ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അത് ചേട്ടന് മീനിൻ്റെ ആവശ്യത്തിന് 3 മണിക്കൊക്കെ കോള് വരും. അതിന് വേണ്ടി നമ്മൾ ഇസാഫ് ലോണായിട്ട് എടുത്ത ഫോണാണ്. ഇപ്പം ഇവക്ക് പഠിക്കണോണ്ട് ചേട്ടൻ അത് കൊണ്ടുപോകാൻ പറ്റണില്ല. അങ്ങനെ ഇവിടെ തന്നിട്ടാണ് പോണത്. പഠിക്കാൻ വേണം, അച്ഛന് ഫോണ് കൊണ്ടുപോകണമല്ലോ. അപ്പം ഈ ഫോൺ ഉപയോഗിച്ചാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അച്ഛന് കൊണ്ടുപോകാനൊന്നും പറ്റണില്ല. പഠിച്ച് വലിയൊരു ജോലി വാച്ച് അച്ഛനെ അമ്മേനെ എല്ലാവരെയും നോക്കണം എന്നാണ് ആഗ്രഹം. എല്ലാരെയും എന്ന് പറയുമ്പോൾ ഈ എല്ലാവരും നോക്കുമോ? അച്ഛൻ നോക്കും പോലെ. ഇവിടെ എത്ര പേരുണ്ട്? 6 പേര്. മരുന്നിനും കാര്യത്തിനൊക്കെ അച്ഛൻ ജോലിക്ക് പോയിട്ട് വരണ പൈസയിലും മരുന്നും എല്ലാം വായിക്കുമ്പോൾ തീരും. പൈസ കൂട്ടി വെച്ചാണ് ബുക്കൊക്കെ വായിക്കണത്. എൻ്റെ വീടാണിത്. അപ്പം അമ്മയും മാമാരും ഫസ്റ്റ് തൊട്ടേ ഇവിടെ ഉള്ളതായിരുന്നു. 22 വയസ്സായപ്പോൾ കല്യാണം കഴിഞ്ഞ്. കല്യാണം ലവ് മാരേജ് ആയിരുന്നു. ചേട്ടനായതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും പോണത്. നമ്മൾ ഇല്ല ഇത്രയും വരെ നോക്കണം. ഇപ്പം ഭാര്യയും മക്കളെ നോക്കണത് ബുദ്ധിമുട്ടായിട്ടൊക്കെ പറയും. പക്ഷേ ഇത്രയും വരെ എല്ലാവരെയും കൂടെ നോക്കണോണ്ട് ഇതിനിടയ്ക്ക് വേറെ മാമൻ വരും, പൈസയൊക്കെ കൊടുക്കും വരുമ്പോഴും. 2 കാലം തേയ്മാനം വന്നതാണ്. തേയ്മാനം വന്ന് കുറേ കാലമായി, പിന്നെ നടക്കാൻ പറ്റാതായി. ഞങ്ങൾ 2 പേരും ഇവിടെ വരുമാനമൊന്നും ഇല്ലാതെ ഇരിക്കുക. ഇത് വന്നിട്ടൊരു 10-12 വർഷമായി. ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തു. അപ്പോൾ അവസാനം നമ്മൾ അല്ലരിപ്പിൽ ഒരു ഡോക്ടർ പറഞ്ഞ് ഇനി ചികിത്സയൊന്നും ചെയ്യണ്ട, ഗുണമില്ല എന്ന് പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പൈസ കുറവ് തന്നെ, എന്തോ വലിയ ആഗ്രഹമൊന്നുമില്ല. ജോലിക്കൊന്നും പോകാൻ പറ്റില്ല എന്നുള്ള സങ്കടമുണ്ടോ? അതേ ഉള്ളൂ. ആ സമയത്തൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ, അതുകൊണ്ട് നടക്കാതെ പോയി. കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? അന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവതാളത്തിലാവും. ഒരു 10-30 വർഷം എൻ്റെ ചിലവിലൊക്കെ ആയിരുന്നു കഴിഞ്ഞത്. കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇന്ന് തോന്നുമോ എല്ലാവരും ഇങ്ങനെ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന കാണുമ്പോൾ? അങ്ങനെയൊന്നുമില്ല. 2.5 വർഷം വരെ ആയി ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെ വന്നിട്ട്. പിന്നെ ഒരു ബുദ്ധിമുട്ടുള്ളത് വർഷം തോറും ഓല കിട്ടണത്. അത് വർഷത്തിലൊരു 15,000 രൂപ വേണം. ഇപ്പം 100 മടൽ ഓല 3,500 രൂപയാണ്. അപ്പോൾ വണ്ടി ഓല വാങ്ങിച്ചാണ് കെട്ടണത്. അത് വർഷം തോറും ആയതുകൊണ്ട് അതും ഒരു ബുദ്ധിമുട്ട്. നമ്മൾ 2 വർഷം കൂടുമ്പോഴൊക്കെയാണ് കെട്ടണത്. അതുവരെ ടാർപ്പ വാങ്ങിച്ച് മേളിലിട്ടേക്കും. എനിക്ക് വയ്യാത്തതുകൊണ്ട് മാമനാണ്. മാമൻ ചോറ് വെക്കും, മീനും കറിയൊക്കെ വെക്കും. ബാക്കിൽ വന്നിരുന്ന് ചെയ്യും. അപ്പം അടുക്കളയില്ല, ഇവിടെ വെച്ച് ചോറൊക്കെ വെക്കും.
പിന്നെ അവിടെ ഒരു മേശ ഇട്ടിട്ട് അവിടെ ഗ്യാസ് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. വയ്യാത്തതുകൊണ്ട് എല്ലാം ഒരുമാതിരി കിടക്കും. അക്കൗണ്ട് നമ്പർ 6874681854. IFSC കോഡാണിത്. IDI B000M196. ഈ മഴ പെയ്യുമ്പോഴത്തേക്ക് ഈ ചോർച്ചയാണ്, ഇങ്ങനെ നീങ്ങി കിടക്കും. അതുവഴിയേ വെള്ളം ഇങ്ങനെ ഒലിച്ച് പോവും. അങ്ങോട്ടാണ് കിടക്കണത്. അവിടെ കിടന്ന ദേഹം മൊത്തം നനയണോണ്ട് ഇങ്ങോട്ട് നീങ്ങി കിടക്കും. അപ്പം മറ്റേ മാമന് കിടക്കാൻ പറ്റൂല. മാമ ഇവിടെയാണ് കിടക്കണത്. റൂമായിട്ടൊന്നുമില്ല, അപ്പം പുറത്താണ് കിടക്കണത് രണ്ടുപേരും. അമ്മ ഇതിനകത്ത് കിടക്കും. അടുക്കള അവിടെ കട്ടിലും ഒന്നുമില്ല. പിന്നെ നമുക്കൊരു ചെറിയ അടുക്കള ഉണ്ടായിരുന്നു ബാക്കിൽ. നമ്മളവിടെ കിടക്കണോണ്ടാണ് ഇപ്പോൾ ഇവിടെ വേവിക്കണത്. TV ഒരെണ്ണം ഉണ്ടായിരുന്നു. ഓല വീടായതുകൊണ്ട് മഴ പെയ്ത് ചോന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഒരു ദിവസം ഇട്ടപ്പോഴത്തേക്ക് അകം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് അത് പോയി. പിന്നെ നന്നാക്കി വെച്ചിട്ട് ശരിയാവണില്ല അത്. അതുകൊണ്ടാണ് TV ഇതിന് വേണ്ടിയാണ് വിളിച്ചിരുന്നത്. പണ്ട് വേവിച്ചുകൊണ്ടിരുന്ന അടുക്കള. ഇപ്പോൾ ചേട്ടനും കൊച്ചും ഞാനും കിടക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇവിടെയാണ് കിടക്കുന്നത്. ഈ മുറിക്ക് മാത്രമേ ഒരു ചെറിയ കുറ്റിയുള്ളൂ. അതുകൊണ്ട് കൊച്ചുള്ളതുകൊണ്ട് രാത്രി ഇവിടെ കിടക്കണത്. ഒരേ ഒരു കട്ടിലേ ഉള്ളൂ അല്ലേ? അത് എനിക്ക് തറയിൽ കിടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം അമ്മ കിടന്നതിനെ എടുത്ത് ഇവിടെ ഇട്ടിട്ട് കിടക്കണത്. ഇത് കഴിയുമ്പോൾ ഇതങ്ങ് കൊടുക്കും. നമുക്ക് TV കിട്ടണം ഇപ്പം. അതാണ് അത്യാവശ്യം. എൻ്റെ അടുത്ത് പറയും, ഇപ്പം കൂട്ടുകാരെ വീട്ടിലെല്ലാം പോകുമ്പം നല്ല വീട്, അപ്പോൾ വീഡിയോ കോൾ വിളിക്കും ഫ്രണ്ട്സ്. അപ്പോൾ എവിടെയെങ്കിലും പോയി തുണി വിരിച്ചിട്ടിട്ട് അതിൻ്റെ ഫ്രണ്ടിലിരിക്കും കസേരയിട്ട്. എന്നിട്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് ഇരിക്കണം, എല്ലാവരും നല്ല വീട്, നമ്മൾ മാത്രം എന്ത് പാവപ്പെട്ടവരെന്ന്. എന്നിട്ട് വീടൊക്കെ വയ്ക്കാം. നമ്മളാണ് വീട് വയ്ക്കേണ്ടത്. ഇവിടെ പൈപ്പിൻ്റെ മുട്ടിൽ വന്നാണ് കുളിക്കണത്. റോഡ് അവിടെ ആയതുകൊണ്ട് നേരെ സന്ധ്യ ആയതിനു ശേഷമാണ് ഞാനും അമ്മയും എല്ലാം വന്ന് കുളിക്കണത്. 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മയ്ക്ക് സുഖമില്ലാതായത്. അപ്പം അച്ഛനും മാമന്മാരൊക്കെ അന്ന് ഓരോ പണിക്കൊക്കെ പോവും. അച്ഛനും ഇല്ലാത്തതുകൊണ്ട് മാമൻ പറഞ്ഞ്, നേരത്തെ സംസാരിച്ച മാമൻ പറഞ്ഞ്, ഇനി അമ്മയെ നോക്കാൻ ആരുമില്ല, നീ പഠിത്തം മതിയാക്കി ഇവിടെ നിന്ന് അമ്മയെ നോക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ 5ൽ ഞാൻ പഠിത്തം നിർത്തിയാണ് അമ്മയെ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്, ഇപ്പം 5-6 വർഷത്തിന് ശേഷമാണ് 7ാം ക്ലാസ്സൊക്കെ എഴുതി SSLC ഒക്കെ എഴുതി ജയിച്ചത്. ചേട്ടൻ വന്നതിന് ശേഷമാണ് പിന്നെ പഠിക്കാൻ വിട്ടത്. 10എങ്കിലും ജയിച്ചിരിക്കണ്ടേ, അതുകൊണ്ട് ഇപ്പം എഴുതി ജയിച്ച്. പിന്നെ ഉണ്ടായിരുന്നു PSC ടെസ്റ്റിന് പൊയ്ക്കൊണ്ടൊക്കെ. ഇപ്പം ലാസ്റ്റ് കഴിഞ്ഞ അതിനൊക്കെ പോയതാണ്. ഇനി വരണേ, TV ആയിട്ട് വരാമേ. വരണം. ബൈ. ആഗ്രഹമായി പറഞ്ഞത് TV മാത്രമാണ്, പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ആ വീട്ടിലുണ്ട്. ഓർമ്മിപ്പിക്കുന്നു RJ അഞ്ജലി. ഈ വീഡിയോ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യൂ. താങ്ക് യു. ബൈ.